കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോളാർ കേസിലെ പഴയ തട്ടിപ്പ് വീരൻ ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പുകൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിന് തുടർച്ചയുണ്ടാവുകയാണ്. ഇതിൽ പോലീസ് പലപ്പോഴും കേസെടുക്കാൻ ഇതുവരെയായിട്ടും ഇതിൽ തയ്യാറാവുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഈ സോളാർ കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ പണം നഷ്ടപ്പെട്ടയാളെ ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് സ്ഥാപനമായ NHF ഉടമ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ രംഗത്ത് വരുന്നത്. അവരുടെ ചില ഫോൺ സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. UDF ഭരണകാലത്ത് ബിജുവിനെ പുറത്തിറക്കിയ ആളാണ് താനെന്നും ഇനിയും സംരക്ഷിക്കുമെന്നും നിഷ പീറ്റർ പറയുന്നു. ബിജു രാധാകൃഷ്ണൻ പണം വാങ്ങിയതിൽ തനിക്ക് ഉത്തരവാദിത്തമില്ല. വൈദികർക്ക് പണം പോയെങ്കിൽ അവർ തെളിയിക്കട്ടെ. സോളാർ കേസിലെ പണം ബിജു നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നും തിരിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഓഫീസിലെ ജീവനക്കാർക്കെല്ലാം തൻ്റെ ഓഫീസിലിരിക്കുന്നത് ബിജു രാധാകൃഷ്ണൻ തന്നെയാണ് എന്ന് അറിയാമെന്നും നിഷ പീറ്റർ പറയുന്നു. അങ്ങനെ വേണമെങ്കിലും നീ നിന്നോ, നിനക്ക് ചെയ്യാൻ കഴിവും പ്രാപ്തി ഉണ്ടല്ലോ. നീ പിന്നെ എന്തിനാണ് എന്റെ ഫോണിലേക്ക് ഈ വോയിസറിനെ നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്താക്കണമെന്ന് മേടിച്ചോണം. എന്റെ ഫോണിലേക്ക് നീ എനിക്ക് പൈസ തന്നിട്ടുണ്ടോ? നീ എന്റെ ഓഫീസിൽ നിന്നോട് വരാൻ ആര് പറഞ്ഞു? നീ എന്റെ ഓഫീസിലേക്ക് വരേണ്ട കാര്യം എന്താ? നീ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? നീ എന്നോട് ചോദിച്ചിട്ടാണ് ആൾക്കാർക്ക് പൈസ കൊടുത്തത്. കേസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇതൊന്നും എന്നെ പറ്റി ബാധിക്കുന്ന കാര്യമേ അല്ല. അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഒരുപാട് ഞാൻ കണ്ടു. ഏലിയാസിന്റെയും കണ്ടു. റിൻഷാദ് കഴിഞ്ഞാണ് വിളിച്ചപ്പോൾ ഭയങ്കര ഭീഷണിയും അതാണ് കോപ്പാണ് കൊടുച്ചതാണ്. പിന്നെ ഈ കേരളത്തിലെ CBI അടക്കം എല്ലാവർക്കും ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. പിന്നെ നിങ്ങൾ രാധാകൃഷ്ണന്റെ അക്കൗണ്ടിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോയിക്കോളൂ. അതാണ് ഞാൻ പറയാം. എന്റെ ഓഫീസ് NHF എന്ന് പറയുന്ന എന്റെ ഓഫീസ് പിന്നെ എന്റെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫുകൾക്കെല്ലാം ബിജു രാധാകൃഷ്ണനാണെന്ന് വ്യക്തമായിട്ട് അറിയാം. എന്റെ അക്കൗണ്ടിൽ എന്റെ ഓഫീസ് ബിജു രാധാകൃഷ്ണനോട് ഓഫീസൊന്നുമില്ല. നിഷ കെ പീറ്റർക്കേ ഓഫീസുള്ളൂ. എന്റെ സ്റ്റാഫുകളാണ് അവിടെ ഇരിക്കുന്നവരെല്ലാവരും. അത് നിങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അതിനകത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ച് പിന്മാറുന്നവരെന്നല്ല ഞാൻ. പിന്നെ UDFന്റെ ഭരണകാലത്ത് തന്നെ ബിജു രാധാകൃഷ്ണൻ ജയിലിൽ നിന്ന് ഇറക്കാൻ ധൈര്യം കാണിച്ച അഡ്വക്കേറ്റ് തന്നെയാടാ ഞാൻ. നീ എന്ത് വിചാരിച്ചു എന്നെ പറ്റിയിട്ട്? നീ പലപ്പോഴും കണ്ടിട്ടില്ല ബിജു രാധാകൃഷ്ണൻ ചീത്ത പറയണതൊക്കെ. നീ പലപ്പോഴും കണ്ടിട്ടില്ലേ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ ചെയ്യണത്? ഒരു കച്ചവടം നീ നിഷ കെ പീറ്റർ നടക്കണ്ട. സോളാറിന്റെ പൈസ മുഴുവൻ നിങ്ങളുടെ കയ്യിലാന്ന് പറഞ്ഞാലോ? ബിജു രാധാകൃഷ്ണൻ ഒരു 5 കോടി രൂപ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാലോ? നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കും? കണക്ക് പറയുമ്പോൾ ഡീസന്റ് ആക്കണം. ബിജു രാധാകൃഷ്ണൻ അങ്ങനെ പലരും ഡ്രൈവിംഗ് എന്റെ സ്റ്റാഫാണ് പുള്ളി. ഇപ്പൊ എന്റെ മകളോ എന്റെ മകനോ അല്ലെങ്കിൽ എന്റെ ഭർത്താവോ വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ നോക്കണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവരും. ഞാൻ അതിനെ പുള്ളിക്ക് ശമ്പളം കൊടുക്കണം. വിളിച്ചിട്ട് നിനക്ക് വളരെ ദയനീയത ആയിരുന്നല്ലോ. ഇപ്പൊ നിന്റെ ദയനീയത എവിടെ പോയി? അഭ്യാസ പ്രകടനം അല്ലേ? നിന്റെ ബാക്കിൽ നിൽക്കണം. അച്ഛന്മാരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരോട് കേസ് കൊടുക്കാൻ പറഞ്ഞ നീ അച്ഛന്മാരുടെ വക്കാലത്തെടുക്കുന്ന അച്ഛന്മാർക്ക് തന്നെ വക്കീലിനെ വെക്കാൻ കഴിവില്ലേ? നിനക്ക് ഏലിയാസിനും നിന്റെ ഈ അതേ മോനെ ആള് മാറി കളിച്ചാൽ മതി. അഭ്യാസ പ്രകടനമൊന്നും നീ എന്റെ അടുത്ത് ചെയ്യണ്ട. നീ പൈസ കൊടുത്തു, നിനക്ക് നീ ഓലക്കട മൂട് കൊടുത്തു. നീ ആരെയെന്ന് വെച്ച് പിടിച്ച് കേസ് കൊടുക്കണപ്പില്ലേ? നീ എന്നെ പിടിച്ചാൽ ജയിലിലിട്. ബിജു രാധാകൃഷ്ണന്റെ പേരും പറഞ്ഞ് നീ എന്നെ പഠിപ്പിക്കാൻ നടക്കണ്ട. എന്റെ ഓഫീസിലാണ് നീ വന്നിരിക്കണത്, അല്ലാണ്ട് ഞാൻ നിന്റെ ഓഫീസിലേക്ക് വന്നിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ നിന്നെ പറ്റിച്ചെങ്കിൽ നിന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നീ എന്ത് കോപ്പിനാടാ ഡാഷിന്റെ മോനെ എന്റെ ഫോണിലേക്ക് ഈ കോപ്പിനെ വർത്താൻ? നിന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ നീ ആരെയുടെ പേടിക്കണേ? നീ കൊണ്ടുപോയി കേസ് കൊടുക്കണപ്പില്ലേ? കൊണ്ടുപോയി കേസ് കൊടുക്കണപ്പില്ലേ? നിന്റെ സ്ഥാനത്ത് ഞാനാണ്. എന്റെ കയ്യിൽ കേസ് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. എന്റെ ഓഫീസിലിരുന്ന് അങ്ങനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കും എന്റെ സ്റ്റാഫുകൾക്കെതിരെ കേസ്. എന്റെ സ്റ്റാഫുകൾ എല്ലാവരും ഒറ്റക്കെട്ടാടാ. അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ നീ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്ന ആളാണ് ഞാൻ. നീ ഒറ്റക്കെട്ടായിട്ട് നിക്കടാ. നീ സംഘടിക്കേ. നിനക്ക് എന്നെ കുഴപ്പം? നീ പേടിച്ചാ നീ വേറെ ഫോണിൽ നിന്ന് വിളിക്കോ? നീ ഏത് ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചാലും എന്റെ മേത്ത ഒരു രോമം പറിക്കണ പോലും വിലയില്ലടാ പുല്ലേ. നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ. അച്ഛന്മാര് ഏതച്ഛന്മാര്? എന്റെ ഓഫീസിൽ ഒരു അച്ഛനും വന്ന് ഞാൻ കണ്ടിട്ടില്ല. അച്ഛന്മാരുടെ പൈസ പോയെങ്കിൽ അച്ഛന്മാര് തെളിയിച്ചോളൂ. അച്ഛന്മാര് കേസ് കൊടുക്കട്ടെ. ഏത് അച്ഛന്മാര്? നീ എല്ലാവരും വക്കാലെടുത്ത് നീ കേസ് എടുത്താൽ നടത്ത. നിന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, പൈസ കൊടുത്ത എവിഡൻസ്. നീ കേസ് കൊടുത്തോണം. എന്നിട്ട് ചാരാൻ നിൽക്കണ്ട കേട്ടോ. ബിജു രാധാകൃഷ്ണന്റെ കേസ് നടത്തുന്ന വക്കീലാണെങ്കിൽ ഇനിയും ഞാൻ ബിജു രാധാകൃഷ്ണന്റെ കേസ് നടത്തും. ബിജു രാധാകൃഷ്ണനെ നോക്കുകയും ചെയ്യും. നീ ബിജു രാധാകൃഷ്ണന് പൈസ കൊടുത്തെന്ന് നീ തെളിയിക്കണം. നീ കോപ്പിയോ വർത്താനം എന്നോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ ഒരു ചാട്ടം നിങ്ങൾക്കായിരുന്നു ചാട്ടം. നിന്റെ കയ്യിൽ സുപ്രീം കോടതി വക്കീൽ നീ ഇറക്കടാ. നിഷ പീറ്റർ അഭിഭാഷകയുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. MS അനീഷ് കുമാറുണ്ട്. അനീഷ്, ഈ നിഷ പീറ്റർ ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നത്? അതായത് പണം നഷ്ടമായവരോടാണോ നേരിട്ട് സംസാരിക്കുന്നത്? എന്ത് പണം തിരികെ ചോദിക്കുമ്പോഴാണോ ഈ തർക്കത്തിലേക്ക് ഇത് പോകുന്നത്?
കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയ, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ, നമ്മളോടൊക്കെ വെളിപ്പെടുത്തലുകൾ നടത്തിയ റിൻഷാദ് എന്ന ആളോട് നടത്തുന്ന സംഭാഷണമാണിത്. റിൻഷാദിനെ ആദ്യം ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ എന്ന രീതിയിൽ ബിജു രാധാകൃഷ്ണൻ സമീപിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഒരു വയോജന കേന്ദ്രവും ഈ കുട്ടികളുടെ പരിപാലന കേന്ദ്രവും നടത്താനായി ഏതാണ്ട് 300 കോടി രൂപ CSR ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പല വട്ടങ്ങളിലായി 27 ലക്ഷത്തോളം രൂപ റിൻഷാദിൻ്റെ പക്കൽ നിന്നും സ്വന്തമൊക്കെ ഉണ്ടായി. ഈ പണം പലതവണ ആവശ്യപ്പെട്ടിട്ടും ബിജു രാധാകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നും തിരിച്ചു നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിനോ ഉള്ള യാതൊരു നീക്കവും ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ NHF എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ നിഷ പീറ്ററാണ് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു കഴിഞ്ഞ ദിവസം വന്നിരുന്നു. നിഷ പീറ്റർ നമ്മളോട് സമ്മതിക്കുകയും ചെയ്തു ഇത് തൻ്റെ സ്ഥാപനമാണ് എന്ന്. ബിജു രാധാകൃഷ്ണൻ തൻ്റെ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് എന്ന് അവർ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ CEO എന്ന് പരിചയപ്പെടുത്തിയ ബിജു രാധാകൃഷ്ണന് പണം നൽകിയ ശേഷം ഇത് പണം മടക്കി ലഭിക്കുകയോ അല്ലെങ്കിൽ പദ്ധതി നടപ്പിലാവുകയോ ചെയ്യാതിരുന്നപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ നിഷ കെ പീറ്ററെ ബന്ധപ്പെട്ടത്. എന്നാൽ ഇത്തരത്തിൽ ഒരു പണം വാങ്ങിയ കാര്യം ഒരു തരത്തിലും നിഷ കെ പീറ്റർ സമ്മതിക്കുന്നില്ല. ബിജു രാധാകൃഷ്ണൻ ഇത്തരം പണം വാങ്ങിച്ചതായി തനിക്കറിയില്ല, അല്ലെങ്കിൽ അത്തരം പണം വാങ്ങിയാൽ ബിജു രാധാകൃഷ്ണനാണ് ഉത്തരവാദി എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ വൈദികർക്കടക്കം പണം നഷ്ടമായ കാര്യവും റിൻഷാദ് ഇവിടെ ഈ നിഷയോട് പറയുന്നുണ്ട്. പക്ഷേ അച്ഛന്മാർക്ക് പണം നഷ്ടപ്പെട്ടാൽ അവർ വന്ന് തെളിയിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ പക്കൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ പ്രവർത്തന രീതി അക്കൗണ്ട് മുഖേനയോ അല്ലെങ്കിൽ റെസിപ്റ്റ് നൽകിയോ ഒന്നുമല്ല പലപ്പോഴും പണം വാങ്ങുന്നത്. കറൻസിയായി തന്നെ പണം നൽകണമെന്ന ഒരു പിടിവാശി പലപ്പോഴും പിടിക്കുകയും അവരെ ഒരു സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ബിജുവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ നിഷ കെ പീറ്റർ പറയുന്നത് പണം നൽകിയെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോവാ, നിയമ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്നത്. CBI പോലും അന്വേഷിച്ചിട്ടും ഈ ബിജു രാധാകൃഷ്ണനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. UDF കാലത്ത് തന്നെ ബിജു രാധാകൃഷ്ണനെ ജയിലിൽ നിന്നും ഇറക്കിയ ആളാണ് താൻ. അതുകൊണ്ട് തന്നോട് വലിയ അഭ്യാസം വേണ്ട എന്ന രീതിയിലൊക്കെയുള്ള ഒരു സംഭാഷണങ്ങൾ. ഒപ്പം ഈ പണം ചോദിച്ച് കൂടുതൽ മുന്നോട്ട് പോയാൽ ഈ സോളാർ കാലത്ത് ലഭിച്ചിരുന്ന പണം അല്ലെങ്കിൽ അത് മാറ്റിവെച്ച പണത്തിൽ 5 കോടി രൂപ ഈ പരാതിക്കാരന് നൽകിയെന്ന് പറഞ്ഞ് തങ്ങളൊരു കേസ് നൽകിയാൽ നീ എന്ത് ചെയ്യും എന്ന രീതിയിലേക്കുള്ള സംഭാഷണമാണ്. എന്തായാലും ഈ സ്ഥാപനത്തിൻ്റെ ഉടമയെന്ന് നേരത്തെ തന്നെ നിഷ കെ പീറ്റർ സമ്മതിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങളിൽ ഈ നിഷ കെ പീറ്റർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പണം നഷ്ടപ്പെട്ടതായി പരാതി പറയുന്നവരെ അധിക്ഷേപിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ കേട്ട സംഭാഷണ ശകലങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ബിജു രാധാകൃഷ്ണനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് ഒരു തികഞ്ഞ തട്ടിപ്പുകാരനാണ് ബിജു രാധാകൃഷ്ണൻ എന്ന് അറിയാവുന്ന ഒരാൾ കൂടിയാണ്, അയാളുടെ കേസുകൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ആൾ കൂടിയാണ് നിഷ കെ പീറ്റർ. അതുകൊണ്ട് ഇപ്പോൾ ഈ നടന്നു വരുന്നിരുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നിൽ നിഷ കെ പീറ്റർക്കും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഈ സംഭാഷണം വ്യക്തമാക്കുന്നത്. സജിത്ത്, ഇതാണ് ഇപ്പോൾ നിഷ കെ പീറ്ററുടെ വാദം. ഇതാണ് എന്തായാലും നിഷ കെ പീറ്റർ ഇത്തരത്തിൽ ആളുകളെ പ്രകോപനം നടത്തുമ്പോൾ ഈ വിഷയത്തോടുള്ള തുടർ പ്രതികരണം കൂടി ശ്രദ്ധേയമാണ്. ഇതിൽ നമുക്കൊരു കാര്യം കൂടി നോക്കാം. അതായത് ഈ സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ്റെ CSR തട്ടിപ്പിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടും ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും അതിൽ പോലീസ് കേസെടുക്കുന്നില്ല. പോലീസിൻ്റെ ഒളിച്ചുകളി എന്ന പ്രത്യേകത കൂടിയുണ്ട്. തട്ടിപ്പിൻ്റെ വ്യാപ്തി ഓരോന്നായി ന്യൂസ് 18 പുറത്തുവിടുമ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും മൃദു സമീപനമാണ് ഉണ്ടാകുന്നത്. അതിനിടെ എറണാകുളം കാക്കനാട്ടെ മെറിഡിയൻ പ്രൊഫഷണൽസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബിജു രാധാകൃഷ്ണൻ തിടുക്കപ്പെട്ട് ഒഴിയുകയും ചെയ്തു. സ്ഥാപനത്തിൽ നിന്നും രേഖകളടക്കം മാറ്റി പുതിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് സ്ഥാപനം ഒഴിയാൻ ഉടമ നോട്ടീസ് നൽകിയത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, നമുക്ക് ഈ കേസിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ് നമ്മുടെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ട്. മാധ്യമങ്ങളിൽ പലപ്പോഴും തട്ടിപ്പിൻ്റെ കഥകൾ പലതും വരാറുണ്ട്. പക്ഷേ നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്തയ്ക്ക് മറ്റൊരു വലിയ പ്രാധാന്യമുള്ളത് നമുക്കറിയാം. സോളാർ കേസ് പോലെ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച അല്ലെങ്കിൽ നിരവധി ആളുകൾക്ക് പണം നഷ്ടപ്പെട്ട പ്രമാദമായ, ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ബിജു രാധാകൃഷ്ണൻ. ആ തട്ടിപ്പുമൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ ഒരാൾ അയാൾ വീണ്ടും നേതൃത്വം നൽകുന്ന ഒരു പുതിയ തട്ടിപ്പ് നടക്കുന്നു എന്ന വിവരം വെറുമൊരു വാർത്തയല്ല, തെളിവുകളടക്കം, ഫോൺ സംഭാഷണങ്ങളടക്കം, വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ട് വാർത്ത ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പോലീസിൻ്റെ നടപടികൾ വൈകുന്നത്? ചില നടപടികളൊക്കെ പോലീസിൽ നിന്നുണ്ടാകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു FIR എടുക്കാൻ പോലീസ് മടിക്കുന്നത്? ഒരു വലിയ സംരക്ഷണമുണ്ടോ ഇക്കാര്യത്തിൽ ബിജുവിന്? എന്താണ് അനീഷ്?
സജിത്ത്, ഈ നമ്മൾ കേസ് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് പരിശോധിച്ചാൽ 2022-ിലോ 23-ിലോ ഒക്കെയായി ഈ തട്ടിപ്പിനിരയായ ഏലിയാസ് എന്നയാൾ ആദ്യം പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പോലീസിൽ പരാതി നൽകിയതിൻ്റെ റെസിപ്റ്റൊക്കെ ലഭിച്ചെങ്കിൽ പോലും പിന്നീട് ആ കേസിൽ ഒരു തരത്തിലുമുള്ള നടപടികൾ പിന്നീട് സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് വലിയ ഭീഷണി ഈ നിഷ കെ പീറ്ററുടെ ഭാഗത്തുനിന്നും ബിജു രാധാകൃഷ്ണൻ്റെ ഭാഗത്തുനിന്നുമൊക്കെ ഈ പരാതിക്കാർക്കെതിരെ ഉണ്ടായത്. അതായത് കമ്മീഷൻ ഓഫീസിൽ പരാതി നൽകിയ ശേഷം തൊട്ട് പിന്നാലെ നിഷ കെ പീറ്റർ ഈ പരാതിക്കാരനെ വിളിച്ചിട്ട് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിലെ ഏത് മേശപ്പുറത്ത് ഏത് ഫയലിനടിയിലാണ് നിങ്ങൾ നൽകിയ പരാതി ഇരിക്കുന്നതെന്ന് പോലും എനിക്കറിയാം. CBI വന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത കേസാണ് എനിക്ക് മുമ്പ് അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയത്. അതുകൊണ്ട് നിങ്ങൾ മറ്റ് കേസുകളിൽ പെടാതെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ശ്രീപീഡനം പോലുള്ള കേസുകളിലൊക്കെ നിങ്ങൾ അകത്തു പോകുന്നത് കണ്ടോളൂ, അല്ലെങ്കിൽ ജീവന് നിങ്ങളുടെ കുടുംബമൊക്കെ സ്വസ്ഥമായി ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ എന്ന രീതിയിലേക്കുള്ള ഭീഷണിയുമായാണ് മുന്നോട്ട് വന്നത്. അതിനുശേഷം ഈ പരാതിക്കാർ സ്വമേധയാ പിന്നാക്കം പോകുന്ന ഒരു രംഗമാണ് കണ്ടത്. പിന്നീടാണ് നമ്മൾ ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾ പുറത്തുവിടുന്നത്. ഇതിനുശേഷമാണ് വീണ്ടും ഈ പരാതിക്കാർ മുഖ്യമന്ത്രിക്ക് നിവേദനം അയക്കുന്നു. ആ പരാതി DGPക്ക് കൈമാറുന്നു, DGP കമ്മീഷൻ ഓഫീസിലേക്ക് കൈമാറുന്നു. ഇതിനുശേഷം നമ്മുടെ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിരവധി ഉദ്യോഗസ്ഥർ എന്നെ അടക്കം നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും ഇതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ഈ സ്ഥാപനങ്ങളിലൊക്കെ നേരിട്ട് പോവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.